നമസ്കാരം. കേരളം സാമ്പത്തിക പ്രതിസന്ധിയിൽ കിതയ്ക്കുമ്പോഴും രാജിവെച്ച 2 മന്ത്രിമാരുടെ 37 സ്റ്റാഫുകൾക്ക് കൂടി പെൻഷൻ ലഭിക്കുന്ന ജനത്തോടുള്ള പകയും വെല്ലുവിളിയുമല്ലേ? LDF-ലെ ഘടകകക്ഷികൾക്കെല്ലാം മന്ത്രിസ്ഥാനം കൊടുക്കാൻ പൊതു ഖജനാവിലെ പണം ദൂർത്തടിക്കുന്നത് അംഗീകരിക്കാൻ കഴിയാത്തത് തന്നെയാണ്. 2 വർഷം 1 ദിവസവും മന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫിൽ ജോലി ചെയ്താൽ പെൻഷൻ കൊടുക്കണമെന്നാണ് കേരളത്തിലെ നിയമം. കാലാകാലങ്ങളിൽ മാറി മാറി ഭരിക്കുന്ന എല്ലാ മന്ത്രിമാർക്കും അവരവർക്ക് വേണ്ടി ചാരപ്പണിയും ഗുണ്ടാപ്പണിയും ഒക്കെ നടത്തുന്നവരെ പഠിച്ച് പേഴ്സണൽ സ്റ്റാഫാക്കിയിട്ട് ഭരണം തികയുമ്പോൾ പൊതുജനങ്ങൾ ജോലി ചെയ്യുന്ന പണമെടുത്ത് പെൻഷൻ കൊടുക്കുന്ന ഈ പിതൃശൂന്യമായ പരിപാടി നിർത്തേണ്ട കാലം ഇനി എന്ന് വരും? രാജിവെച്ച മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫിലെ 37 രാഷ്ട്രീയ നിയമനങ്ങൾക്കും പെൻഷൻ കൊടുക്കണം. കൂടാതെ പുതുതായി മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തിയ 2 മന്ത്രിമാരുടെയും പേഴ്സണൽ സ്റ്റാഫിൽ ഉള്ളവർക്കും പെൻഷൻ ലഭിക്കും. കർഷകർക്കും പാവങ്ങൾക്കും അർഹിച്ച ആനുകൂല്യങ്ങൾ നിഷേധിക്കുന്ന സർക്കാർ ഇടതുപക്ഷത്തെ എല്ലാ ഘടക കക്ഷികളുടെയും പരിവാരങ്ങൾക്ക് പൊതു ഖജനാവിലെ പണം തിന്നുകൊടുക്കാനുള്ള അവസരം സൃഷ്ടിക്കുകയാണ്. കേരളത്തിലല്ലാതെ മറ്റൊരു സംസ്ഥാനത്തും ഇങ്ങനെ പെൻഷൻ കൊടുക്കുന്നില്ല. കേന്ദ്ര മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫിലുള്ളവർക്കും പെൻഷൻ ഇല്ല. പ്രതിപക്ഷ നേതാവിന്റെ സ്റ്റാഫുകൾക്ക് പെൻഷൻ ലഭിക്കുന്നതിനാൽ ഇരുകൂട്ടരും പരസ്പരം സഹകരിച്ചാണ് മുന്നോട്ട് പോകുന്നത്. മുഖ്യമന്ത്രി, മന്ത്രിമാർ, ചീഫ് വിപ്പ്, പ്രതിപക്ഷ നേതാവ് തുടങ്ങിയവരുടെ പേഴ്സണൽ സ്റ്റാഫിൽ ഉണ്ടായിരുന്നവർക്ക് പെൻഷൻ നൽകാനായി സംസ്ഥാനത്ത് ഒരു മാസം ചെലവഴിക്കുന്നത് 73 ലക്ഷം രൂപയാണ്. 25-ൽ കൂടുതൽ സ്റ്റാഫുകളുള്ള മന്ത്രിമാർ വരെ സംസ്ഥാന മന്ത്രിസഭയിലുണ്ട്. ജനങ്ങളെ എങ്ങനെ കൊള്ളയടിക്കുന്ന കൊള്ളക്കാരുടെ മാനസികാവസ്ഥയാണ് ഭരണപക്ഷത്തിനും പ്രതിപക്ഷത്തിനും നിലവിലുള്ളത്. അതുപോലെ തന്നെ വിദ്യാഭ്യാസം നോക്കിയാൽ ഇവറ്റകൾക്കൊന്നും 10ാം ക്ലാസ്സിന് മേൽപോട്ട് പോയിട്ടില്ല എന്നുള്ളതാണ്. പാലിക്കേണ്ട യാതൊരു മാനദണ്ഡങ്ങളും പാലിക്കാതെയാണ് അണ്ടർ സെക്രട്ടറിയുടെ ശമ്പളം വാങ്ങി വിലസുന്നത്. വിവരാവകാശ നിയമപ്രകാരം കൊടുത്താൽ പോലും ഇൻഫർമേഷൻ കൊടുക്കാൻ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ തയ്യാറാവുന്നില്ല എന്നുള്ളത് മറ്റൊരു വസ്തുതയാണ്. ശമ്പളവും ഭത്തയും ഉൾപ്പെടെ ഒരു 10 വർഷങ്ങൾക്ക് മുൻപ് തന്നെ 43,000 മുതൽ 72,000 രൂപ വരെ പ്രതിമാസം കൈപ്പറ്റുന്ന അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി, അസിസ്റ്റന്റ് പ്രൈവറ്റ് സെക്രട്ടറി, അഡീഷണൽ പേഴ്സണൽ അസിസ്റ്റന്റ് എന്നിവരിൽ പലരും കോളേജിന്റെ തിണ്ണ കാണാത്തവരാണ്. ചിലർ പ്രീ ഡിഗ്രി ഫെയിലാണ്, ചിലർ SLC തോറ്റവരും. ആകെ 30 അംഗങ്ങളിൽ A കാറ്റഗറിയിൽ 17 അംഗങ്ങളെ നിയമിക്കാവുന്ന നിയമം പോലും പാലിക്കാതെയാണ് പല മന്ത്രിമാരും നിയമനം നടത്തുന്നത്. ഇനി ഇവറ്റകളുടെ മറ്റ് ആനുകൂല്യങ്ങൾ എന്തെന്ന് നോക്കാം. 7% DA, 10% HRA, ഇതിനു പുറമെ മെഡിക്കൽ റീഇംബേഴ്സ്മെന്റ് ക്വാർട്ടേഴ്സുകൾ എന്നിങ്ങനെ പോകുന്നു. വെറും 2 വർഷം ജോലി ചെയ്താൽ തന്നെ അടുത്ത മാസം മുതൽ പെൻഷൻ ലഭിക്കും. വിദ്യാഭ്യാസം ഒന്നും വേണ്ട. പകരം നേതാക്കന്മാരുടെ വിടുപണി മാത്രം ചെയ്താൽ മതിയാവും. പ്രൈവറ്റ് സെക്രട്ടറിയും അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിയും ഒക്കെ അയാൾ ലക്ഷങ്ങളാണ് ശമ്പളം കൈപ്പറ്റുന്നത്. ഏകദേശം 1,25,000 വരെയാവും. ഏറ്റവും കുറവ് വേതനം കുശിനിക്കാർക്കാണ്. അത് 50,000 രൂപ വരെ ഉണ്ട്. മുഖ്യമന്ത്രി മുതൽ ചീഫ് വിപ്പ് വരെ 362 പേഴ്സണൽ സ്റ്റാഫുകളെ നിയമിച്ചിട്ടുണ്ട്. ഒരാൾക്ക് 30 സ്റ്റാഫുകളെ വരെ നിയമിക്കാമെന്നാണ് കേരളത്തിലെ ചട്ടം. പ്രതിപക്ഷ നേതാവിന്റെ പേഴ്സണൽ സ്റ്റാഫിലുമുണ്ട് 14 സ്റ്റാഫുകൾ. ശമ്പള ഇനത്തിൽ പ്രതിപക്ഷം മാത്രം ചെലവഴിക്കുന്ന തുക 15 കോടിയോളം രൂപയാണ്. 1994-ൽ K. കരുണാകരൻ മുഖ്യമന്ത്രിയായിരുന്ന കാലത്താണ് ഈ ഉത്തരവ് ഇറങ്ങിയത്. ഇനി ഈ വിവാദങ്ങൾക്കിടെ നഗരസഭാ അധ്യക്ഷന്മാരും ഇഷ്ടമുള്ളവർ പേഴ്സണൽ സ്റ്റാഫായി നിയമിക്കാൻ സർക്കാർ അനുമതി നൽകിയിട്ടുണ്ട്. കരാർ വ്യവസ്ഥയിലാണെന്ന് മാത്രം. എന്തായാലും ഏത് പാർട്ടി ഭരിച്ചാലും ഇങ്ങനെയൊക്കെയുള്ള അനാവശ്യ നിയമങ്ങൾ പൊളിച്ചെഴുതാതെ ജനങ്ങൾക്ക് സ്വസ്ഥത കാണില്ല.